സ്വാഗതം. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലായിരുന്നു സതീശന്റെ സത്യപ്രതിജ്ഞ. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലായിരുന്നു വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞ. പുതിയ UDF മന്ത്രിസഭ അധികാരമേറ്റ ചടങ്ങ് ഭരണ പ്രതിപക്ഷ നേതാക്കളുടെയും ദേശീയ നേതാക്കളുടെയും അപൂർവ സംഗമവേദിയായും മാറി. പുതിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷനും MLA-യുമായ രാജീവ് ചന്ദ്രശേഖർ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നേരിട്ടെത്തി വേദി പങ്കിട്ടു. രാഷ്ട്രീയ ഭേദമന്യേ പ്രമുഖ നേതാക്കളെല്ലാം ഒരേ വേദിയിൽ ഒരുമിച്ചിരുന്ന പുതിയ സർക്കാരിന്റെ അധികാരാരോഹണത്തിന് സാക്ഷ്യം വഹിക്കുന്നത് അടുത്ത കാലത്തൊന്നും കേരളം കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ കാഴ്ചയായി. രാഷ്ട്രീയ നേതാക്കൾക്ക് പുറമെ വിവിധ ക്രൈസ്തവ സഭാ പ്രതിനിധികളും വേദിയിൽ സന്നിഹിതരായിരുന്നു. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിക്ക് പുറമെ 21 അംഗ മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാരും ഗവർണർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റു. കോൺഗ്രസിന്റെയും UDF-ന്റെയും സമുന്നത നേതാക്കളാൽ സമ്പന്നമായിരുന്നു ചടങ്ങ്. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി MP, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവർ ദേശീയ നേതൃത്വത്തെ പ്രതിനിധീകരിച്ച വേദിയിലെത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ UDF-ലെ പ്രമുഖ നേതാക്കളും ചടങ്ങിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നേരിട്ട് കാണാൻ സ്റ്റേഡിയത്തിനകത്തേക്കും പുറത്തുമായി 10,000-കണക്കിന് ജനങ്ങളാണ് ഒഴുകിയെത്തിയത്. പ്രതിപക്ഷത്തെ കരുത്തരായ നേതാക്കളുടെയും ദേശീയ നേതാക്കളുടെയും സാന്നിധ്യം കൊണ്ട് രാഷ്ട്രീയ പ്രാധാന്യമേറിയതും ഗംഭീരവുമായ തുടക്കമാണ് വി.ഡി. സതീശൻ സർക്കാരിന് തലസ്ഥാനത്ത് ലഭിച്ചിരിക്കുന്നത്. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. KSRTC ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ UDF മുന്നോട്ട് വെച്ച പ്രധാന ഗ്യാരണ്ടികളിൽ 2 എണ്ണം ഉടനടി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. വരുന്ന ജൂൺ 15 മുതൽ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുമെന്നതാണ് ഒന്നാമത്തെ പ്രഖ്യാപനം. വയോജനങ്ങളുടെ ക്ഷേമത്തിനായി സംസ്ഥാനത്ത് പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നതാണ് രണ്ടാമത്തെ സുപ്രധാന തീരുമാനം. രാജ്യത്ത് തന്നെ ഇതാദ്യമായാണ് വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക സർക്കാർ വകുപ്പ് നിലവിൽ വരുന്നത്. ഒരു സമൂഹം പരിഷ്കൃതമാകണമെങ്കിൽ മുതിർന്ന തലമുറയെ കരുതലോടെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. വയോജന വകുപ്പ് രൂപീകരണത്തിന് പിന്നിൽ ദീർഘവീക്ഷണത്തോടെയുള്ള സ്വപ്നതുല്യമായ ലക്ഷ്യങ്ങളുണ്ടെന്നും അവരുടെ സുരക്ഷയും ക്ഷേമവും സർക്കാർ പൂർണ്ണമായി ഉറപ്പാക്കുമെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ ഗ്യാരണ്ടികൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുമെന്ന സൂചനയും മുഖ്യമന്ത്രി നൽകി. The first cabinet meeting decided to implement 2 Indira guarantees offered by the UDF. First of all, the free journey of women in the KSRTC buses. It will be implemented from June 15th onwards, 15th June onwards. The details will be informed later. Second, we are going to
constitute a new department for the old age people. I think this will be the first one in India. We have many dreams about the old age people. The reason is that aging is a big problem in Kerala also. And how you are measuring whether it is a civilized society or not. We think that how the society is respecting the old age people. That is the measurement yard for checking that society is civilized or not. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ആഘോഷമാക്കി നേതാക്കളും പ്രവർത്തകരും. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ മധുര വിതരണം നടത്തിയും പടക്കം പൊട്ടിച്ചും പ്രവർത്തകർ ആഹ്ലാദം രേഖപ്പെടുത്തി. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ആഘോഷമാക്കി മാറ്റി നേതാക്കളും പ്രവർത്തകരും. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ മധുര വിതരണം നടത്തിയും പടക്കം പൊട്ടിച്ചുമൊക്കെ പ്രവർത്തകർ ആഹ്ലാദം രേഖപ്പെടുത്തി. വടക്കാഞ്ചേരി കരിമത്രയിലും കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വാദ്യമേള ഘോഷങ്ങളും അകമ്പടിയായി. 500-ലധികം പേർക്ക് പായസ വിതരണവും നടത്തി. വിജയാഘോഷ പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് എറക്കാട്ട് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ NM വിനീഷ, ജെയിംസ് കുണ്ടുകുളം, AA ബഷീർ, ജസ്റ്റിൻ പാനങ്ങാടൻ, CO അലോഷ്യസ്, CP ഔസേഫ്, KB പ്രസാദ്, KC സെബാസ്റ്റ്യൻ, AB ആഷിഖ്, KJ അജോൺ, KV ആൽവിൻസ്, PJ ഷാരോൺ, അഭിജിത് സൈമൺ തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി. തൃശൂർ എടത്തുരുത്തിയിൽ യുവാവ് കുത്തേറ്റു മരിച്ചു. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി പോലീസിന്റെ പിടിയിൽ. എടത്തുരുത്തി കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിനു സമീപം വട്ടപ്പുള്ളി വീട്ടിൽ 43-കാരൻ അനീഷാണ് മരിച്ചത്. എടത്തുരുത്തിയിൽ യുവാവ് കുത്തേറ്റു മരിച്ചു. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി പോലീസിന്റെ പിടിയിലായി. എടത്തുരുത്തി കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിനു സമീപം വട്ടപ്പുള്ളി വീട്ടിൽ 43-കാരൻ അനീഷാണ് മരിച്ചത്. കഴിഞ്ഞ രാത്രിയോടെയായിരുന്നു സംഭവം. അനീഷിന്റെ വീടിന് മുന്നിലെ റോഡിൽ വെച്ചാണ് കുത്തേറ്റത്. വയറിന് കുത്തേറ്റ അനീഷിനെ ഉടൻ തന്നെ ബന്ധുക്കൾ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിസരവാസിയായ കൊട്ടാരപ്പറമ്പിൽ അനൂപാണ് അനീഷിനെ കുത്തിയത്. സംഭവത്തിന് ശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ട പ്രതിയെ കൈമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. പാചക തൊഴിലാളിയാണ് അനീഷ്. സംഭവത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ DYSP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. തുടർന്നും വാർത്തകൾ കാണുവാനായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം സ്വർണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.